ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 6 ഫ്രാക്ഷനിൽ എക്സസൈസ് 7.6 ആണ്. അപ്പോൾ 7.6 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോൾവ് ആണ്. അപ്പോൾ സോൾവിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ 2/3 പ്ലസ് 1/7 ആണ്. അതായത് അൺലൈക്ക് ഫ്രാക്ഷൻ ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യാൻ നോക്കുക. ഓക്കെ, 2/3 പ്ലസ് 1/7. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ 2/3 ഡിനോമിനേറ്റർ 3 ആണ്, 1/7 7 ആണ് ഡിനോമിനേറ്റർ. അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിനോമിനേറ്റർ, അതായത് രണ്ടിന്റെ ഡിനോമിനേറ്ററിന്റെ LCM കാണണം. അതായത് 3യുടെയും 7ന്റെയും LCM എന്താണ് വരിക. അപ്പൊ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഒരു ഫാക്ടറും ഇവിടെ ഇല്ല. അതുകൊണ്ട് 3ന്റെയും 7ന്റെയും LCM എന്ന് പറയുന്നത് എത്രയാണ്? 3 into 7 that is equal to 21. ഓക്കെ, അപ്പൊ ഇവിടെ 21 ആണ് LCM വരിക. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ചെയ്യാം? അപ്പൊ ഫസ്റ്റ് വൺ 2/3 ആണ്. അപ്പൊ ഇതിന്റെ ഡിനോമിനേറ്റർ 3 ആണ്. അപ്പൊ 321 ആവാൻ ഏത് നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം? നമുക്കറിയാം 7 അല്ലെ, 3 7s ആണ് 21. അപ്പൊ നമ്മള് ഡിനോമിനേറ്ററിൽ എന്താണോ ചെയ്യുന്നത് അതന്നെ ന്യൂമറേറ്ററിലും നമ്മൾ ചെയ്യണം. അപ്പൊ ഇൻറ്റു 7 പ്ലസ് 1/7. 7 ആണ് ഡിനോമിനേറ്റർ. അപ്പൊ 7 21 ആവാൻ എന്താ ചെയ്യുക? 7നോട് 3 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഇതന്നെ നമ്മൾ എന്ത് ചെയ്യും? ന്യൂമറേറ്ററിലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 7s are 14 ഡിവൈഡഡ് ബൈ 21 പ്ലസ് 3/21. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പൊ എന്തായി? ഡിനോമിനേറ്റർ സെയിം ആയി അല്ലെ. ഇപ്പൊ ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാം. 21 14 പ്ലസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 17 ഡിവൈഡഡ് ബൈ 21 ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ. ഓക്കെ, 17 ഡിവൈഡഡ് ബൈ 21 ആണ് ഫസ്റ്റത്തെ ആൻസർ. അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി എന്താണ് ക്വസ്റ്റ്യൻ? 3/10 പ്ലസ് 7/15. 3/10 പ്ലസ് 7/15. 3 ഡിവൈഡഡ് ബൈ 10 പ്ലസ് 7/15. അപ്പൊ ഇതേപോലെ തന്നെ ഡിനോമിനേറ്ററിന്റെ LCM കാണാം. നമുക്ക് LCM 10 15 ആണ്. ഇവിടെ നമുക്ക് ഏത് നമ്പർ കൊണ്ട് കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റൂ? 5 അല്ലെ. 5ൽ എത്ര ടൈംസ് ആ? 2 5s are 10, 3 5s are 15. ഇനി ഇവിടെ ഏതെങ്കിലും ഫാക്ടർ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? LCM കണ്ടുപിടിക്കുക. LCM എന്ന് പറയുന്നത് എത്രയാണ്? അതായത് 5 into 2 into 3 അല്ലെ. അതായത് ഈ 3 നമ്പേഴ്സ് എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്താൽ നമുക്ക് LCM കിട്ടും. 5 into 2 into 3. 5 2s are 10, 10 3s are 30. 30 ആണ് ഇവിടെ കിട്ടുന്ന LCM. അപ്പൊ നമുക്ക് LCM കിട്ടി. ഇനി നമുക്ക് ഇവിടെ ചെയ്യാം. 3/10 ആണ്. 10 30 ആവാൻ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10 3s ആണ് 30 അല്ലെ. അപ്പൊ നമ്മൾ ഡിനോമിനേറ്റർ എന്താണോ ചെയ്യുന്നത് അതന്നെ ന്യൂമറേറ്റർ ചെയ്യാം. ന്യൂമറേറ്റർ ഇൻറ്റു 3 പ്ലസ് 7/15. 15 30 ആവാൻ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 15 into 2 ആണ് 30 അല്ലെ. അപ്പൊ നമ്മൾ ഡിനോമിനേറ്റർ ഇൻറ്റു 2 ചെയ്ത് അതേപോലെ തന്നെ സെയിം മെത്തേഡ് ഇൻറ്റു 2 ന്യൂമറേറ്റർ ചെയ്യാം. അപ്പൊ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് 3 3s are 9 ഡിവൈഡഡ് ബൈ 30 പ്ലസ് 7 2s are 14 ഡിവൈഡഡ് ബൈ 30. ഇപ്പൊ എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആണ്. ഇപ്പൊ ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആഡ് ചെയ്യാം. 9 പ്ലസ് 14 ആണ് ഇവിടെ ന്യൂമറേറ്റർ വരിക. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 23 ഡിവൈഡഡ് ബൈ 30 അല്ലെ. 9നോട് 14 ആഡ് ചെയ്താൽ 23 ആണ് ആൻസർ. 23 ഡിവൈഡഡ് ബൈ 30. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ എന്താണ്? 4/9 പ്ലസ് 2/7. 4/9 പ്ലസ് 2/7. ഇവിടെ നോക്കുക, 9 7 ആണ് ഡിനോമിനേറ്റർ വന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ 9ന്റെയും 7ന്റെയും LCM കണ്ടുപിടിക്കണം. നമുക്ക് LCM കണ്ടുപിടിക്കാൻ ഇവിടെ എന്താണ്? ഇവിടെ കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നും ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് LCM എന്ന് പറയുന്നത് എന്താണ്? 9 into 7 that is equal to 63 ആണ് വരിക. LCM 63.
അപ്പൊ നമുക്കിവിടെ 4/9 അല്ലെ, 4/9 ആണ് വരിക. 9 63 ആവാൻ നമ്മൾ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 7 അല്ലെ. ഡിനോമിനേറ്റർ എന്താണോ ചെയ്യുന്നത് അതന്നെ ന്യൂമറേറ്ററിൽ റിപ്പീറ്റ് ചെയ്യുക. ഇൻറ്റു 7 പ്ലസ് 2/7. 7 63 ആവാൻ ഇൻറ്റു 9 ചെയ്യുക. ന്യൂമറേറ്ററും ഇൻറ്റു 9 ചെയ്യുക. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 sevens are എത്രയാ? 4 sevens are 28 divided by 63 plus 18 divided by 63. That is equal to 63 denominator same വന്ന് അല്ലെ. ഇനി എന്താ ചെയ്യാ? ഡയറക്റ്റ് ആഡ് ചെയ്യുക. 28ന് 18 കൊണ്ട് ആഡ് ചെയ്താൽ എത്ര ആൻസർ കിട്ടുക? 28 plus 18 that is equal to 46 divided by 63 ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ. 46 divided by 63. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നോക്കാം, നമുക്ക് ഡി ആണ് അല്ലെ. 5/7 പ്ലസ് 1/3. 5/7 പ്ലസ് 1/3 ആണ്. നമുക്ക് LCM കാണണം. LCM ഡിനോമിനേറ്ററിന്റെ LCM എന്താ? ഡിനോമിനേറ്റർ 7 3 ആണ് ഇവിടെ വരിക. 7 into 3 that is equal to 21. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ 5/7 ആണ് വരിക. 7 21 ആവാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 3 അല്ലെ. നമ്മൾ ഡിനോമിനേറ്റർ എന്താണോ ചെയ്യുന്നത് അതന്നെ ന്യൂമറേറ്റർ ചെയ്യുക. ഇൻറ്റു 3 പ്ലസ് 1/3. 3 21 ആവാൻ ഇൻറ്റു 7. അപ്പൊ ന്യൂമറേറ്ററും ഇൻറ്റു 7 ചെയ്യുക. that is equal to എന്താണ് വരിക? 5 3s are 15 divided by 21 plus 7 divided by 21. അപ്പൊ 21 ഡിനോമിനേറ്റർ സെയിം ആണ്. 21 15 പ്ലസ് 7. 15 പ്ലസ് 7 എത്രയാണ്? 22 divided by 21 ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ. 22 divided by 21. ഇപ്പൊ നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇ ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? 2/5 പ്ലസ് 1/6. 2/5 പ്ലസ് 1/6 ആണ് അടുത്ത ക്വസ്റ്റ്യൻ. 2/5 പ്ലസ് 1/6. ഇവിടെ ഡിനോമിനേറ്റർ എന്താണ്? 5ഉം 6ഉം ആണ്. അപ്പൊ അതിന്റെ LCM എന്ന് പറയുന്നത് 5 6. 5ന്റെയും 6ന്റെയും LCM 5 into 6 that is equal to 30 ആണ് വരിക. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാം 2/5. 5 30 ആവാൻ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യണം? ഇൻറ്റു 6. അപ്പൊ ന്യൂമറേറ്ററും അതേപോലെ ഇൻറ്റു 6 ചെയ്യാം. പ്ലസ് 1/6 ആണ് അടുത്തത്. 6 ഡിനോമിനേറ്റർ ആണ്. 6 30 ആവാൻ ഇൻറ്റു 5 ചെയ്യുക. അതേപോലെ തന്നെ ഇൻറ്റു 5 ന്യൂമറേറ്ററും ചെയ്യാം. that is equal to 2 6 are 12 divided by 30 plus 5 divided by 30. 30 ഡിനോമിനേറ്റർ സെയിം ആയി. അപ്പൊ 12 പ്ലസ് 5 ആണ്. 12 പ്ലസ് 5 എത്രയാണ്? 17 divided by 30 ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ. 17 divided by 30. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഫ് 4/5 പ്ലസ് 2/3. 4/5 പ്ലസ് 2/3 ആണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം 4/5 പ്ലസ് 2/3. അപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ 5 3 ആണ്. 5ന്റെയും 3ന്റെയും LCM കാണാം. LCM ഓഫ് 5 3. 5 3 എന്താണ് LCM വരിക? 5 3s are 15 ആണ് ഇവിടെ LCM വരിക. അപ്പൊ നമുക്ക് 4 divided by 5 ആണ്. 5 ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ അത് 15 ആക്കാൻ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇൻറ്റു 3. അപ്പൊ നമ്മൾ ഡിനോമിനേറ്റർ എന്താണോ ചെയ്യുന്നത് അതന്നെ ന്യൂമറേറ്ററും ചെയ്യുക. ഇൻറ്റു 3 പ്ലസ് 2 divided by 3. 3 15 ആവാൻ 3 into 5. അപ്പൊ ന്യൂമറേറ്ററും ഇൻറ്റു 5 ചെയ്യാം. that is equal to 4 3s are 12/15 plus 10/15.
15 അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 15 ഡിനോമിനേറ്റർ സെയിം ആണ് 12 പ്ലസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 22 ഡിവൈഡഡ് ബൈ 15 ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ. 22 ഡിവൈഡഡ് ബൈ 15. ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജി ആണ്. ജി ക്വസ്റ്റ്യൻ എന്താണ്? 3/4 മൈനസ് 1/3 അല്ലെ. 3/4 മൈനസ് 1/3 ആണ് അവിടെ ക്വസ്റ്റ്യന്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. 3/4 മൈനസ് 1/3 ഇവിടെ സബ്ട്രാക്ഷൻ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ സെയിം മെത്തേഡ് തന്നെയാണ്. 4ന്റെയും 3ന്റെയും എൽസിയം കാണാം. 4ന്റെയും 3ന്റെയും എൽസിയം എന്താണ്? 4 into 3 12 ആണ് ഇവിടെ കിട്ടുന്ന എൽസിയം. എൽസിയം എന്താണ്? എൽസിയം 12 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാം 3/4 അല്ലെ. 4 12 ആവാൻ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? into 3. അപ്പൊ അതേ നമ്പർ തന്നെ മേലെ, അതായത് ന്യൂമറേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് 1/3 3 12 ആവാൻ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സെയിം ന്യൂമറേറ്ററും 4 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 3s are 9 ഡിവൈഡഡ് ബൈ 12 മൈനസ് 4 ഡിവൈഡഡ് ബൈ 12 ആണ്. അപ്പൊ സെയിം ഡിനോമിനേറ്റർ ആയി. ഇനി എന്താ ചെയ്യേണ്ടത്? 12 9 മൈനസ് 4, അതായത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. 9ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ എത്ര ആൻസർ വരിക? 5. 5/12 ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ. ഓക്കെ. ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എച്ച് ആണ്. 5/6 മൈനസ് 1/3. 5/6 മൈനസ് 1/3 ആണ്. ഇവിടെ എൽസിയം കാണാം. ഡിനോമിനേറ്ററിന്റെ എൽസിയം, ഡിനോമിനേറ്റർ ഏതൊക്കെയാണ്? 6 3. ഇവയുടെ എൽസിയം എങ്ങനെ കാണാം? നമുക്ക് എൽസിയം കാണാം. ഇവിടെ 3യില് കോമൺ അല്ലെ, ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണ് അല്ലെ. 2 3s are 6, 1 3s are 3. ഇനി എങ്ങനെ എൽസിയം കാണാം? ഇവിടെ നോക്കാം. നമുക്ക് കിട്ടിയ നമ്പേഴ്സ് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇവിടെ കിട്ടിയത് എന്തൊക്കെയാ? 3 into 2 into 1. എത്രയാണ്? 6 ആണ് ഇവിടുത്തെ എൽസിയം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് 6 എടുക്കാം. അപ്പൊ ഇവിടെ 5/6 അല്ലെ. 6 ആണ് എൽസിയം അല്ലെ. 6 അങ്ങനെ തന്നെ എഴുതിയാൽ മതി. 6ന് ഒന്നും ചെയ്യാനില്ല അല്ലെ. അപ്പൊ മൈനസ് 1/3. ഇനി 3 6 ആവാൻ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? into 2. അപ്പൊ അതേ ന്യൂമറേറ്ററിലും into 2 ചെയ്യാം. അപ്പൊ 5/6 മൈനസ് 1 2s are 2 അല്ലെ. 3 2s are 6. That is equal to 6 5 minus 2. That is equal to എന്താണ് വരിക? 3/6 അല്ലെ. 3/6 ആണ് ഇവിടെ കിട്ടുന്ന ഫ്രാക്ഷൻ. ആ 3/6 വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാം? 1 3s are 3, 2 3s are 6. 1/2 എന്നും എഴുതാം. ഓക്കെ. അപ്പൊ നമുക്ക് കിട്ടുന്ന ഫ്രാക്ഷന് 1/2 ആണ് ഇവിടെ കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2/3 പ്ലസ് 3/4 പ്ലസ് 1/2. നമുക്ക് 3 ഫ്രാക്ഷൻ ഉണ്ട് ആഡ് ചെയ്യാൻ. അപ്പൊ ഇവിടെ 3 ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാല് നമ്മൾ എന്താ ചെയ്യാ? അവിടെ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അതായത് ഡിനോമിനേറ്റർ ഏതൊക്കെയാ വരിക? 3 4 2. അപ്പം ഇവ മൂന്നിന്റെയും എൽസിയം കാണണം. എൽസിയം കാണാന് 3 4 2 അല്ലെ. ഇവിടെ നമുക്ക് നോക്കാം. 2 എന്ന് പറയുന്ന നമ്പർ എടുക്കാം. നമുക്ക് 2 3ല് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ തന്നെ നമുക്ക് താഴെ എടുത്ത് എഴുതാം. അപ്പൊ 4ൽ എത്ര ടൈംസ് പോവും? 2 2s are 4 അല്ലെ. അടുത്ത 2ൽ എത്ര ടൈംസ് ആണ്? 1 2s are 2. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ്. നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഇതെല്ലാം നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇവിടെ കിട്ടിയ നമ്പേഴ്സ്, അതായത് 2 into 3 into 2 into 1 അല്ലെ. 2 3s are 6, 6 2s are എത്രയാണ്? 12 അല്ലെ. 12 into 1 12. അപ്പൊ എൽസിയം നമുക്ക് ഇവിടെ കിട്ടുന്ന എന്താണ്? എൽസിയം 12. ഓക്കെ. അപ്പൊ നമുക്ക് ഓരോന്നും ചെയ്യാം. 2/3. 3 12 ആവാൻ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? into 4. അപ്പൊ ന്യൂമറേറ്ററും into 4 ചെയ്യാം. പ്ലസ് അടുത്തത് 3/4 ആണ്. 4 12 ആവാൻ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? into 3. അപ്പൊ ന്യൂമറേറ്ററും into 3. നെക്സ്റ്റ് 1/2 ആണ്. 2 12 ആവാൻ into 6, ന്യൂമറേറ്ററിൽ into 6. ഇനി എന്താ ചെയ്യാ? 2 4s are 8/12 പ്ലസ്
9/12 plus 6/12. ഈ ഡിനോമിനേറ്റർ സെയിം ആയല്ലോ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാലോ. അപ്പം 8 plus 9 plus 6 അല്ലെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാ വരിക? 8 plus 9 plus 6 എന്ന് പറയുന്നത് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 23 divided by 12 ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ. 23 divided by 12. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് J 1/2 plus 1/3 plus 1/6 ആണ്. ഇതും നമ്മള് 3 ഫ്രാക്ഷൻ ആണ് തന്നിട്ടുള്ളത് ഇവിടെ. ഈ 3 ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഡിനോമിനേറ്ററിന്റെ LCM കാണാം. LCM 2, 3, 6 ആണ് ഡിനോമിനേറ്റർ വരുന്നത്. അതിന്റെ LCM എന്ന് പറയുന്നത് നമുക്ക് 3യിൽ നോക്കാം അല്ലെ. 3യിൽ എന്താണ്? 2 എന്തായാലും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 2 അങ്ങനെ തന്നെ താഴെ എഴുതാം. 3യിൽ 3 എത്ര ടൈംസ് ആ പോവാ? 1 3s are 3 അല്ലെ. പിന്നെ എന്താ വരിക? 2 3s are 6. ഓക്കെ, നെക്സ്റ്റ് ഏത് നമ്പർ ഉണ്ട്? 2 അല്ലെ. 2ല് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ അല്ലേ? 1 2s are 2. 1 അങ്ങനെ തന്നെ എഴുതാ. 1 2s are 2. അപ്പൊ ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയാണ് LCM വരിക? LCM വരുന്നത് 3 into 2 into 1 into 1. 3 2s are എത്രയാ? 6 ആണ്. ബാക്കി എല്ലാം 1 ആണ്. അപ്പൊ LCM എന്ന് പറയുന്നത് എന്താ വരിക? 6 ആണ് ഇവിടെ വരുന്ന LCM. അപ്പൊ നമുക്ക് ഓരോന്ന് ചെയ്യാലോ. 1/2 അല്ലെ. 2 ഡിനോമിനേറ്റർ ആണ്. 2ന് 6 ആവാൻ into 3. അപ്പൊ ന്യൂമറേറ്ററും into 3. നെക്സ്റ്റ് 1/3 ആണ്. 3 6 ആവാൻ into 2. ന്യൂമറേറ്റർ into 2 പ്ലസ് 1/6. അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. എന്താന്നാൽ ഡിനോമിനേറ്റർ 6 തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് 1 into 3 3/6 പ്ലസ് 2/6 പ്ലസ് 1/6. അപ്പൊ ഡിനോമിനേറ്റർ സെയിം ആയി. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? 6 3 പ്ലസ് 2 പ്ലസ് 1. 3 plus 2 എന്താ? 5. 5 plus 1 6 അല്ലെ. അപ്പോ 6/6 ആണ് വരുന്നത് അല്ലെ. 6/6 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 1 ആണ്. അപ്പൊ ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് K 1 1/3 പ്ലസ് 3 2/3 അല്ലെ. അപ്പൊ ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് ഉള്ളത്. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടുത്തെ ഫ്രാക്ഷന് നോക്കിയാൽ മനസ്സിലാവും നമുക്ക് എന്താണ്? ഡിനോമിനേറ്റർ എല്ലാം സെയിം ആണ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാനേ ഉള്ളൂ. 1 1/3 നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് 1/3. അതുപോലെ 3 2/3 നമുക്ക് എങ്ങനെ എഴുതാം? 3 പ്ലസ് 2/3. ഇനി നമുക്ക് ഫ്രാക്ഷൻ എല്ലാം ഒരുമിച്ച് എഴുതാം അല്ലെ. ഫ്രാക്ഷനെ ഒരുമിച്ച് എഴുതാം, ഹോൾ നമ്പർ ഒരുമിച്ച് എഴുതാം. അപ്പൊ ഇവിടെ ഹോൾ നമ്പർ എന്ന് പറയുന്നത് 1 പ്ലസ് 3 പ്ലസ് 1/3 പ്ലസ് 2/3. 1 പ്ലസ് 3 എന്താണ് വരിക? 4 പ്ലസ് 1/3 പ്ലസ് 2/3. രണ്ടും സെയിം ആണ് അല്ലെ. ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ നമുക്ക് എന്താ എഴുതാം? 3 ഡിനോമിനേറ്റർ സെയിം വന്നാൽ ഡയറക്റ്റ് ആഡ് ചെയ്താൽ പോരെ? 1 പ്ലസ് 2. 1 പ്ലസ് 2 എന്താ വരാ? 3/3 അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 പ്ലസ് 3/3. 3/3 എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? 1 ആണ് അല്ലെ. അപ്പൊ 4 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ. ഓക്കെ, പല രീതിയിൽ നമുക്ക് ഇത് ചെയ്യാം. മിക്സ്ഡ് ഫ്രാക്ഷന് ചേഞ്ച് ചെയ്തിട്ട് ചെയ്യാം. അപ്പൊ ഇത് എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4 2/3 പ്ലസ് 3 1/4. ഓക്കെ, അപ്പൊ ഇതും നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. 4 2/3 എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 2/3 പ്ലസ് 3 പ്ലസ് 1/4. അപ്പൊ നമുക്ക് ഹോൾ നമ്പർ ഒരുമിച്ച് എഴുതാം. 4 പ്ലസ് 3 അല്ലെ പ്ലസ് 2/3 പ്ലസ് 1/4. അപ്പൊ 4 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 7 ആണ് അല്ലെ. ഇനി 2/3 പ്ലസ് 1/4 നമ്മൾ എന്ത് ചെയ്യണം? LCM ചെയ്ത് കണ്ടുപിടിക്കണം. LCM ചെയ്ത് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ 3ന്റെയും 4ന്റെയും LCM എന്ന് പറയുന്നത് എന്താണ്? 12 ആണ് അല്ലെ. അപ്പൊ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പൊ 2/3 ആണ് വരാം. 3 12 ആവാൻ into 4 ചെയ്യാം. മേലേലും into 4 ചെയ്യാം. 1/4 12 ആവാൻ into 3 ചെയ്യാം. into 3 ചെയ്യാം. ഓക്കെ,
അപ്പോ എന്താ വരിക? 7 അവിടെ തന്നെ ഉണ്ട്. 7 പ്ലസ് 2 4s are 8/12 പ്ലസ് 3/12. അപ്പൊ ഇവിടെ കിട്ടുന്ന ഈ ഒരു ഫ്രാക്ഷന്റെ ഫ്രാക്ഷൻ ആഡ് ചെയ്താൽ കിട്ടുന്ന എന്താണ്? 7 പ്ലസ് 8 പ്ലസ് 3 അല്ലെ 11/12 വരും. അപ്പോ 9 into 12 അതായത് 12നെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 7s are 14 പ്ലസ് 1 7 are 7 പ്ലസ് 1 80 84 കിട്ടു. 84ന് മേലെയുള്ള നമ്പർ ന്യൂമറേറ്ററിൽ ആഡ് ചെയ്യുക. 84 പ്ലസ് 11 4 പ്ലസ് 1 5 8 പ്ലസ് 1 9. അപ്പൊ 95/12 ആണ് ഇവിടെ ലാസ്റ്റ് കിട്ടുന്ന ആൻസർ. ഇങ്ങനെയും എഴുതാം. രണ്ട് രീതിയിൽ എഴുതിയാലും ആൻസർ കറക്റ്റ് തന്നെയാണ്. ഓക്കെ, 95/12 ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 16/5 മൈനസ് 7/5. ഇത് ഡയറക്റ്റ് നമുക്ക് മൈനസ് ചെയ്യാം. 5 ആണ് കിട്ടുന്നത്. 16ൽ നിന്ന് 7 മൈനസ് ചെയ്യാം. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 9/5 ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ. ഓക്കെ, 9/5. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 4/3 മൈനസ് 1/2 ആണ്. ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് LCM കാണണം. 3ന്റെയും 2ന്റെയും LCM എന്ന് പറയുന്നത് 3 into 2 6 ആണ് ഇവിടെ കിട്ടുക. അപ്പൊ നമുക്ക് ചേഞ്ച് ചെയ്യാം. 4/3 3 6 ആവാൻ into 2 ചെയ്യാം. അതേ രീതിയിൽ ന്യൂമറേറ്ററും into 2 ചെയ്യാം. പിന്നെ നെക്സ്റ്റ് 1/2 ആണ്. 2 6 ആവാൻ into 3 ചെയ്യാം. ന്യൂമറേറ്ററും into 3 ചെയ്യാം. അപ്പൊ 4 2s are 8/6 മൈനസ് 3/6 ആണ്. അപ്പോ ഡിനോമിനേറ്റർ സെയിം വന്ന് 6 ആണ്. 8ൽ നിന്ന് 3 മൈനസ് ചെയ്യുക. എത്രയാണ് ആൻസർ വരിക? 5/6. 5/6 ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ. ഓക്കെ, ക്ലിയർ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. സരിത bought 2/5 meter of ribbon and Lalita 3/4 meter of ribbon. What is the total length of the ribbon they bought? ഓക്കെ, അതായത് അവിടെ നമുക്ക് ടോട്ടൽ ലെങ്ത് ഓഫ് ദ റിബൺ ആണ് കാണേണ്ടത്. അപ്പൊ റിബൺ ലെങ്ത് ബോട്ട് ബൈ സരിത. ഇപ്പൊ സരിത വാങ്ങിയ റിബണിന്റെ ലെങ്ത്, അതായത് റിബൺ ലെങ്ത് ബോട്ട് ബൈ സരിത. സരിത വാങ്ങിയ റിബണിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 2/5 മീറ്റർ ആണ്. ഇനി അടുത്തത് ആരാണ്? അല്ലെ, റിബൺ ലെങ്ത് ബോത്ത് ബൈ ലളിത. that is equal to 3/4 meter. ഇനി എന്താ പറയുന്നത്? ടോട്ടൽ ലെങ്ത് ആണ് നമുക്ക് കാണേണ്ടത് അല്ലെ. ടോട്ടൽ ലെങ്ത് കാണാന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് ലെങ്ത്തും തമ്മിൽ ആഡ് ചെയ്താൽ മതി അല്ലെ. 2/5 പ്ലസ് 3/4 അപ്പൊ തമ്മിൽ ആഡ് ചെയ്താൽ മതി. ആഡ് ചെയ്യുന്നേരം എന്താണ് കണ്ടീഷൻ? ഡിഫറെന്റ് ഡിനോമിനേറ്റർ ആണ്. ഇപ്പൊ നമുക്ക് ആദ്യം LCM കാണണം അല്ലെ. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്താണ്? 5ഉം 4ഉം ആണ് അല്ലെ. 5ന്റെയും 4ന്റെയും LCM എന്ന് പറയുന്നത് എന്താണ് വരിക? 5 into 4 20 ആണ് ഇവിടെ കിട്ടുന്ന LCM. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. LCM 20 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് വൺ 2/5 ആണ്. 5 20 ആവാൻ into 4 ചെയ്യുക. ന്യൂമറേറ്ററും into 4 ചെയ്യുക. പ്ലസ് 3/4 ആണ് വരുന്നത്. 4 20 ആവാൻ into 5 ചെയ്യുക. അപ്പൊ ന്യൂമറേറ്ററും into 5 ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 8/20 പ്ലസ് 15/20. അപ്പൊ ഡിനോമിനേറ്റർ സെയിം വന്നാൽ എന്താ ചെയ്യാ? 20 ഡയറക്റ്റ് ആഡ് ചെയ്യാലോ. 8 പ്ലസ് 15 എത്രയാണ്? 23/20 മീറ്റർ ആണ് ഇവിടെ രണ്ടു പേരും വാങ്ങിച്ച റിബണിന്റെ ടോട്ടൽ ലെങ്ത്. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. Naina was given 1/2 piece of cake
and Nejma was given 1/3 piece of cake. Find the total amount of cake was given to both of them. അപ്പൊ ഇവിടെ നയനക്കും നെജ്മക്കും കൊടുത്തിട്ടുള്ള കേക്കിന്റെ പീസ് ആണ് അല്ലെ 1/2 1/3 ആണ്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും കൂടി കിട്ടിയ ടോട്ടൽ, അതായത് ടോട്ടൽ എമൗണ്ട് ഓഫ് കേക്ക് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ഓരോ ആൾക്ക് കിട്ടിയ കേക്കിന്റെ ഫ്രാക്ഷൻ ഇവിടെ എഴുതാം അല്ലെ. ഫ്രാക്ഷൻ ഓഫ് കേക്ക് നാന ഗോട്ട് അല്ലെ. നാന ഗോട്ട്, നാനക്ക് കിട്ടിയത് ഏതാണ്? 1/2. ഓക്കെ, 1/2. ഇനി അടുത്ത ആൾ ആരാണ്? ഫ്രാക്ഷൻ ഓഫ് കേക്ക് നെജ്മ ഗോട്ട് അല്ലെ. നെജ്മ ഗോട്ട്, നെജ്മക്ക് കിട്ടിയ കേക്കിന്റെ ഫ്രാക്ഷൻ നെജ്മ ഗോട്ട് എത്രയാണ്? 1/3. ഇനി എന്താ പറയുന്നത്? ടോട്ടൽ എമൗണ്ട് അല്ലെ. ടോട്ടൽ എമൗണ്ട് ഓഫ് കേക്ക്, ടോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ടുപേരെ ആഡ് ചെയ്താൽ മതി, രണ്ടുപേർക്കും കിട്ടിയ ഫ്രാക്ഷനെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, ടോട്ടൽ എമൗണ്ട് ഓഫ് കേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? 1/2 പ്ലസ് 1/3. നമുക്ക് രണ്ട് രീതിയിൽ ആഡ് ചെയ്യാം. ഒന്ന് മിക്സ്ഡ് ഫ്രാക്ഷനാ, ചേഞ്ച് ചെയ്തിട്ടും ആഡ് ചെയ്യാം, ചേഞ്ച് ചെയ്യാതെയും ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ ചേഞ്ച് ചെയ്യാതെ ആണെങ്കിൽ 1/2 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? 1 പ്ലസ് 1/2 പ്ലസ് 1/3 നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് 1/3. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? 1 പ്ലസ് 1 പ്ലസ് 1/2 പ്ലസ് 1/3 ഈ രീതിയിൽ എഴുതാം. അതിനുശേഷം 1 പ്ലസ് 1 എന്താ വരിക? 2 ആണ്, അത് നമുക്കറിയാം. പ്ലസ് 1/2 പ്ലസ് 1/3. ഇവിടെ ഡിനോമിനേറ്റർ നമുക്ക് എന്ത് ചെയ്യണം? LCM കാണാം. നമുക്കറിയാം LCM ഓഫ് 2 and 3 എന്താണ്? 6 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ചെയ്യാം 1/2 2 6 ആവാൻ ഇൻറ്റു 3 ചെയ്യുക, ന്യൂമറേറ്ററും ഇൻറ്റു 3 ചെയ്യുക, പ്ലസ് 1/3 ആണ് വരിക, 3 6 ആവാൻ ഇൻറ്റു 2 ചെയ്യുക, ന്യൂമറേറ്ററും ഇൻറ്റു 2 ചെയ്യുക, 2 പ്ലസ് 3/6 പ്ലസ് 2/6. അപ്പൊ ഇവിടെ എന്താ വരിക? 2 പ്ലസ് 6 ഡിനോമിനേറ്റർ ആണ്, 3 പ്ലസ് 2 എന്താ വരിക? 2 പ്ലസ് 5/6. ഓക്കെ, 2 പ്ലസ് 5/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 5/6 ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ. ഓക്കെ, 2 5/6 ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷൻ മാറ്റി കഴിഞ്ഞാൽ എന്താ വരിക? 2 6 are 12, 12 പ്ലസ് 5 17 ഡിവൈഡഡ് ബൈ 6 എന്ന് ഇവിടെ കിട്ടും ആൻസർ. നമുക്ക് ഫസ്റ്റ് തന്നെ ആദ്യം തന്നെ മിക്സ്ഡ് ഫ്രാക്ഷൻ ചേഞ്ച് ചെയ്തിട്ടും ചെയ്യാം, ഇതുപോലെയും ചെയ്യാം. രണ്ട് രീതിയിലും നമുക്ക് ആൻസർ സെയിം തന്നെയാണ് കിട്ടുക. അപ്പൊ ആൻസർ ടോട്ടൽ എമൗണ്ട് ഓഫ് കേക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 17 ഡിവൈഡഡ് ബൈ 6 ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് fill in the boxes. അപ്പൊ ഇവിടെ ഈ ബോക്സ് ഫില്ല് ചെയ്യണം. അതില് -5/8 is equal to 1/4. ഇതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യന്. ഓക്കെ, അപ്പൊ നമുക്കിത് എങ്ങനെയാ ചെയ്യേണ്ടത് നോക്കാം. നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അതിൽ മൈനസ് ചെയ്യുന്ന 5/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4. ഇതാണ് നമുക്ക് തന്ന ക്വസ്റ്റ്യൻ. അതായത് ഏതോ ഒരു ഫ്രാക്ഷനിൽ നിന്ന് 5/8 മൈനസ് ചെയ്തപ്പോൾ കിട്ടുന്നത് 1/4 ആണ്. അപ്പൊ നമുക്ക് ഇത് ഈ ബോക്സിലുള്ള മിസ്സിംഗ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ മിസ്സിംഗ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാന് അപ്പൊ നമുക്ക് എന്താ ചെയ്യാ? അതായത് നമ്മള് സാധാ നാച്ചുറൽ നമ്പേഴ്സ് ചെയ്യുന്ന പോലെ തന്നെയാണ്. അതായത് ഏതോ ഒരു നമ്പർ, അതായത് ഒരു എക്സാമ്പിൾ പറയാന്ന് പറഞ്ഞാല് ഇപ്പോ അതായത് ഞാനിവിടെ കാണിച്ചു തരാം. ഇപ്പൊ 10ൽ നിന്ന് 4 മൈനസ് ചെയ്തപ്പോഴാണ് 6 കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 10 തന്നിട്ടില്ല, അതായത് 10 നമുക്കിവിടെ തന്നിട്ടില്ല. അപ്പോ 10 മിസ്സിംഗ് ആണ്. മിസ്സിംഗ് ആയ നമ്പർ ആണ്. അതായത് ഇതിന് പകരം ഒരു ബോക്സ് തന്നിട്ടുണ്ട്.
അപ്പൊ നമ്മൾ ഈ 10 എന്ന് പറയുന്ന നമ്പർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം ആൻസർ 6 ആണ്. ഏതോ ഒരു നമ്പറിൽ നിന്ന് 4 മൈനസ് ചെയ്തപ്പോഴാണ് 6. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുക? 6 പ്ലസ് 4 അല്ലെ, 6 പ്ലസ് 4 ചെയ്തപ്പോ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും. അപ്പൊ അതേ മെത്തേഡ് തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിച്ചാൽ മതി. അപ്പൊ നമ്മള് ഈ ഒരു മിസ്സിംഗ് ആയിട്ടുള്ള ആ ബോക്സിൽ ഉള്ള ഫ്രാക്ഷന് കണ്ടുപിടിക്കാന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? 1/4. 1/4നോട് 5/8 ആഡ് ചെയ്താൽ നമുക്കൊരു ഫ്രാക്ഷൻ കിട്ടും. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ആഡ് ചെയ്യുക? നമ്മൾ ഇവിടെ നോക്കാം, 4, 8 ആണ് ഡിനോമിനേറ്റർ അല്ലെ. നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഡിനോമിനേറ്റർ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പോ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ല. അപ്പൊ നമ്മൾ സെയിം ചെയ്യാൻ എന്താ ചെയ്യാ? LCM കാണാം. 4ന്റെയും 8ന്റെയും LCM 2ൽ ഡിവിസിബിൾ ആണ്. 2 2s are 4, 4 2s are 8. വീണ്ടും 2ൽ ഡിവിസിബിൾ ആണ്. 1 2s are 2, 2 2s are 4. അതിനുശേഷം എന്താ ചെയ്യാ? നമ്മള് ഈ ഒരു എല്ലാ നമ്പറും മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 2 4, 4 2s are 8. LCM എന്താ വരിക? LCM 8 ആണ് വരിക. അപ്പൊ നമുക്ക് ഇവിടെ 8 ആക്കാം. LCM 1/4. 4 8 ആവാൻ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? into 2. അതുപോലെ ന്യൂമറേറ്റർ into 2, that is പ്ലസ് 5/8. ഇവിടെ ഡിനോമിനേറ്റർ 8 തന്നെയാണ്. ഇനി എന്താ ചെയ്യാം? നമുക്കിത് ചെയ്ത് നോക്കാം. 1 2s are 2 divided by 4 2s are 8 പ്ലസ് 5/8. ഇത് ഡയറക്റ്റ് ആഡ് ചെയ്യാലോ. 8 ഡിനോമിനേറ്റർ വന്നിട്ടുണ്ട്. 7/8 ആണ് നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള ഫ്രാക്ഷൻ. മിസ്സിംഗ് ഫ്രാക്ഷൻ എത്രയാണ്? മിസ്സിംഗ് ഫ്രാക്ഷൻ is equal to എത്രയാണ്? 7/8 എന്ന് നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, 7/8. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ഇതേപോലെ തന്നെയാണ്. അതായത് മിസ്സിംഗ് ആയിട്ട് ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് -1/5 is equal to 1/2 അല്ലെ. ഇവിടെ തന്നിട്ടുണ്ട് -1/5 അല്ലെ. -1/5 is equal to 1/2 ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ ആഡ് ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ബി ആണ് ക്വസ്റ്റ്യന്. നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യാം. 1/2 പ്ലസ് 1/5 അല്ലെ. 1/2 പ്ലസ് 1/5 ചെയ്യാം. അപ്പൊ ഇവിടെയും എന്താണ്? ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ്. അപ്പൊ ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യാന്? 5ന്റെയും 2ന്റെയും LCM കാണാം. LCM എന്താ വരിക? 5ന്റെയും 2ന്റെയും LCM 5 2s are 10 ആണ് വരിക. അപ്പൊ നമുക്ക് ഇവിടെ ഡിനോമിനേറ്റർ സെയിം ചെയ്യാം. 2നെ 10 ആവാൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5. അപ്പൊ അതന്നെ ന്യൂമറേറ്റർ ചെയ്യാം. പ്ലസ് 1/5 നമ്മള് 5നെ 10 ആവാൻ into 2 അല്ലെ. into 2 ന്യൂമറേറ്ററിലും ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? നെക്സ്റ്റ് നമുക്ക് ആൻസർ കിട്ടുന്നത് 1 5s are 5 divided by 10 പ്ലസ് പിന്നെന്താ വരിക? 2 അല്ലെ. സോറി, 1 2s are 2/10. ഓക്കെ, 2/10 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഡിനോമിനേറ്റർ വന്ന് 5 പ്ലസ് 2 എന്താ വരിക? 7/10 ആണ് ഇവിടെ മിസ്സിംഗ് ഫ്രാക്ഷൻ. മിസ്സിംഗ് ഫ്രാക്ഷൻ എന്താണ് വരിക? മിസ്സിംഗ് ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 7/10. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 1/2 മൈനസ് ഡാഷ് is equal to 1/6. അതായത് ഡാഷിന്റെ അടുത്ത് ഒരു ബോക്സ് ആണ് തന്നിട്ടുള്ളത്. മിസ്സിംഗ് ആയിട്ടുള്ള ഫ്രാക്ഷന് that is equal to 1/6. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുക? അതായത് ഈ 1/2 എന്നുള്ള ഫ്രാക്ഷനിൽ നിന്ന് ഏതോ ഒരു ഫ്രാക്ഷന് മൈനസ് ചെയ്തപ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 1/6 ആണ്. അപ്പൊ നമ്മൾ അതെങ്ങനെ ചെയ്യും? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 1/2ൽ നിന്ന് 1/6 മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് എന്താ ചെയ്യാം? 1/2ൽ നിന്ന് 1/6 മൈനസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ 6 ഉം 2 ആണ് വന്നിട്ടുള്ളത്. ഡിഫറെന്റ് ഡിനോമിനേറ്റർ ആണ്. 6ന്റെയും 2ന്റെയും LCM കാണാം.
2, 3 2s are 6, 1 2s are 2. അപ്പൊ ഇവിടെ കിട്ടുന്ന LCM എന്ന് പറയുന്നത് 3 into 2 LCM 6 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഡിനോമിനേറ്റർ സെയിം ചെയ്യാം. 1/2 ആണ്. 2നെ 6 ആവാൻ into 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററും സെയിം കാര്യം അതന്നെ റിപ്പീറ്റ് ചെയ്യാം. മൈനസ് 1/6. ഇവിടെ ഒന്നും ചെയ്യാനില്ല, ഇവിടെ ഡിനോമിനേറ്റർ 6 തന്നെയാണ്. അടുത്ത എന്താ ചെയ്യാ? അടുത്ത മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 1 3s are 3/6 മൈനസ് 1/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. 3യിൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 2/6 ആണ്. 2/6 റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 1/3. അപ്പൊ നമുക്ക് കിട്ടിയ മിസ്സിംഗ് ഫ്രാക്ഷൻ എന്താണ്? ആ ബോക്സിൽ നമ്മൾ എഴുതേണ്ട ഫ്രാക്ഷൻ, മിസ്സിംഗ് ആയിട്ടുള്ള ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 1/3. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ 5. കംപ്ലീറ്റ് ദ എഡിഷൻ സബ്ട്രാക്ഷൻ ബോക്സ് ആണ്. അപ്പൊ ഇവിടെ 2 ബോക്സ് തന്നിട്ടുണ്ട്. ആ ബോക്സ് കംപ്ലീറ്റ് ചെയ്യാനാണ് നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ട കാര്യം. അപ്പൊ ഇവിടെ നമുക്ക് ബോക്സിൽ റൈറ്റിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആഡ് ആണ് ചെയ്യേണ്ടത്. നമ്മൾ ഇനി താഴോട്ട് അല്ലെ, താഴോട്ടായിട്ട് ചെയ്യേണ്ടത് എന്താണ്? മൈനസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് എങ്ങനെയാ ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ ഫസ്റ്റത്തെ ബോക്സ് നോക്കാം. എയിൽ നമുക്ക് മിസ്സിംഗ് ആയിട്ട് കുറച്ച് ബോക്സസ് ഉണ്ട് അല്ലെ. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് റൈറ്റില് നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആഡ് ആണ് ചെയ്യേണ്ടത്. നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ഫിൽ ചെയ്യാം. അപ്പൊ 2/3 4/3 നെക്സ്റ്റ് ഏത് ഫ്രാക്ഷൻ ആണെന്ന് നോക്കുക. 2/3ന് 4/3 കൊണ്ട് ആഡ് ചെയ്യുക അല്ലെ. 2/3 പ്ലസ് 4/3 എന്താ വരിക? 2/3 പ്ലസ് 4/3 എന്ന് പറഞ്ഞാല് 6/3 ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ അല്ലെ. 6/3 നമുക്ക് ആഡ് ആണ് ചെയ്യേണ്ടത്. ഇനി അതുപോലെ 1/3 പ്ലസ് 2/3 1/3 പ്ലസ് 2/3 എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ കിട്ടുക? 3/3 അല്ലെ. 3/3നെ നമുക്ക് 1 ആയിട്ട് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, 3/3. ഇനി അടുത്ത നമുക്കറിയില്ല. ഇനി താഴോട്ട് അതായത് ഡൗണിലേക്ക് എന്താണ് വരിക? സബ്ട്രാക്ട് ആണ് ചെയ്യേണ്ടത്. അതായത് 2/3യിൽ നിന്ന് 1/3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? എല്ലാം ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം, കാരണം ഡിനോമിനേറ്ററിൽ ഇവിടെ സെയിം ആണ് തന്നിട്ടുള്ളത്. അപ്പൊ 2ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 1 അല്ലെ. അപ്പൊ ആൻസർ 1/3. അതുപോലെ 4/3 മൈനസ് 2/3 4/3യിൽ നിന്ന് 2/3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 2/3. ഓക്കെ, അപ്പൊ ഇവിടെയോ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് കിട്ടു? ഇവിടെ നമുക്ക് ഈ റൈറ്റിലേക്കും ചെയ്യാം താഴോട്ടേക്കും ചെയ്യാം. ഓക്കെ, 6/3യിൽ നിന്ന് 3/3 മൈനസ് ചെയ്താൽ എന്താ കിട്ടുക? 3/3 തന്നെയാണ് കിട്ടുക. ഓക്കെ, 3/3 എന്ന് പറഞ്ഞാൽ ഇവിടെ 1 കിട്ടും. അപ്പൊ ഈ ബോക്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടെ എടുത്ത് എഴുതാനും പറ്റും, നമുക്ക് ഈ ബോക്സിൽ ഫില്ല് ചെയ്യാനും പറ്റും. അതായത് 2/3യിൽ നിന്ന് 4/3 ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് 6/3 കിട്ടുക അല്ലെ. 1/3നോട് 2/3 ആഡ് ചെയ്താലാണ് നമുക്ക് 3/3 കിട്ടുക. 3/3 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ, അതുപോലെ തന്നെ താഴോട്ടേക്കും അങ്ങനെ തന്നെയാണ്. 2/3യിൽ നിന്ന് 1/3 മൈനസ് ചെയ്താലാണ് 1/3 കിട്ടുക. അതുപോലെ 4/3യിൽ നിന്ന് 2/3 മൈനസ് ചെയ്താൽ 2/3 ആണ് കിട്ടുക. അതുപോലെ 6/3യിൽ നിന്ന് 3/3 മൈനസ് ചെയ്താലാണ് 3/3 കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ആ ബോക്സസ് കംപ്ലീറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്നത് ബി ആണ് അല്ലെ. അപ്പൊ ബിയിൽ തന്നിട്ടുള്ള ബോക്സ് ഇതേ സെയിം ബോക്സ് തന്നെയാണ്. പക്ഷെങ്കിൽ എന്താണ് ഇവിടെ ഡിനോമിനേറ്റർ സെയിം അല്ല തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കണം. ഡിനോമിനേറ്റർ സെയിം അല്ല തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇവിടെ തന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ 1/2 1/3 അല്ലെ. 1/2 1/3 ഇവിടെ തന്നിട്ടുണ്ട്. അതായത് ഇവിടെ 1/2 തന്നിട്ടുണ്ട്, 1/3 തന്നിട്ടുണ്ട്. റൈറ്റിൽ നമ്മൾ എന്താ ചെയ്യാ? ആഡ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ അടുത്തത് ആഡ് ചെയ്ത് നോക്കാം. 1/2 പ്ലസ് 1/3 എന്താ വരിക? ഇവിടെ LCM നമുക്ക് ആദ്യം കാണാം. 2ന്റെയും 3ന്റെയും LCM എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ചെയ്താൽ 6 ആണ് കിട്ടുക. അപ്പൊ നമുക്ക് ഇവിടെ LCM
കൊണ്ട് നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 6 ആവാൻ ഇൻറ്റു 3 ചെയ്യാം, ന്യൂമറേറ്ററിലും ഇൻറ്റു 3 ചെയ്യാം. 1 ഡിവൈഡഡ് ബൈ 3 3 6 ആവാൻ ഇൻറ്റു 2 ചെയ്യാം, ഇൻറ്റു 2 ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/6 പ്ലസ് 2/6 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? 5/6. അപ്പൊ നമുക്ക് ആ ഫില്ല് ചെയ്യേണ്ട ആ ബോക്സിൽ നമുക്ക് എന്ത് കിട്ടി? 5/6 എന്ന് പറയുന്ന ഫ്രാക്ഷൻ കിട്ടിയിട്ടുണ്ട്. 5/6. ഇനി അടുത്ത നമ്പർ നോക്കുക. 1/3 1/4. 1/3നെ 1/4 കൊണ്ട് ആഡ് ചെയ്യാം. 1/3 പ്ലസ് 1/4. ഇതും ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ്. ഡിനോമിനേറ്റർ 3ന്റെയും 4ന്റെയും LCM എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആക്കാം. 1/3 3ന് LCM 12 കിട്ടാൻ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇൻറ്റു 4. അതന്നെ ഇൻറ്റു 4 ചെയ്യാം. നെക്സ്റ്റ് 1/4 4ന് 12 ആവാൻ ഇൻറ്റു 3 ചെയ്യാം, ന്യൂമറേറ്ററിലും ഇൻറ്റു 3 ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/12 പ്ലസ് 3/12. 4/12ഉം 3/12ഉം ആഡ് ചെയ്താൽ എന്താ വരിക? 7/12 ആണ് നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ മിസ്സിംഗ് ആയിട്ടുള്ള ഫ്രാക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ബോക്സിൽ എഴുതാം 7/12. ഓക്കെ, 7/12. അപ്പൊ നെക്സ്റ്റ് നമുക്കിനി ഡൗൺ നോക്കാം. ഡൗണിൽ എന്താണ്? സബ്ട്രാക്ട് ആണ് ചെയ്യേണ്ടത് അല്ലെ. 1/2ൽ നിന്ന് 1/3 മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 1/2ൽ നിന്ന് 1/3 മൈനസ് ആണ് ചെയ്യേണ്ടത്. മൈനസ് ചെയ്താൽ എന്താ കിട്ടുക? അപ്പൊ ഇവിടെയും നമുക്ക് LCM കാണണം. LCM 6 തന്നെയാണ്. 2ന്റെയും 3ന്റെയും LCM എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ നമുക്ക് 6 ഇവിടെ ചെയ്യാം. 1/2 ഇൻറ്റു 2നെ 6 ആവാൻ ഇൻറ്റു 3 ചെയ്യാം, ഇൻറ്റു 3 ചെയ്യാം, മൈനസ് 1/3 6 ആവാൻ ഇൻറ്റു 2 ചെയ്യാം, ന്യൂമറേറ്ററും ഇൻറ്റു 2 ചെയ്യാം. അപ്പൊ 3/6 മൈനസ് 2/6 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരിക? 1/6. അപ്പൊ നമുക്ക് താഴെ ഉള്ള ആ ഒരു ഫ്രാക്ഷൻ എന്ത് വന്നിട്ടുണ്ട്? 1/6 ആണ് ഇവിടെ കിട്ടിയ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് നോക്കുക. 1/3ൽ നിന്ന് 1/4 മൈനസ് ചെയ്യുക. 1/3ൽ നിന്ന് 1/4 മൈനസ് ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഇവിടെയും സെയിം റിപ്പീറ്റ് ആണ്. അതായത് LCM 12 ആണ്. 1/3 12 ആവാൻ ഇൻറ്റു 4 ചെയ്യാം, ഇൻറ്റു 4 ചെയ്യാം, മൈനസ് 1/4 4നെ 12 ആവാൻ ഇൻറ്റു 3 ചെയ്യാം. അതുപോലെ തന്നെ ന്യൂമറേറ്റർ ഇൻറ്റു 3 ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/12 മൈനസ് 3/12. 4ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ എത്രയാ വരിക? 1 അല്ലെ. 1/12 ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ. അപ്പൊ നമുക്ക് ഈ ബോക്സ് ഫിൽ ചെയ്യാൻ ഏതാണ് നമ്പർ? 1/12 എന്ന് വരാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്നിക്കണ്ടെങ്കിൽ 5/6ൽ നിന്ന് 7/12 മൈനസ് ചെയ്യുക, അല്ലെങ്കിൽ 1/6ൽ നിന്ന് 1/12 ആഡ് ചെയ്യുക. രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാം. ഓക്കെ, 5/6ൽ നിന്ന് 7/12 മൈനസ് ചെയ്താൽ എന്താ വരിക? നോക്കാം. 5/6ൽ നിന്ന് 7/12 മൈനസ് ചെയ്ത് നോക്കാം. അപ്പൊ എന്താ കിട്ടുന്നേ നോക്കാം. ഓക്കെ, 5/6 മൈനസ് 7/12. ഇവിടെ 6ഉം 12 ആണ് ഡിനോമിനേറ്റർ വന്നിട്ടുള്ളത് അല്ലെ. 6ന്റെയും 12ന്റെയും LCM കാണാം. 2ല് 3 2s are 6, 6 2s are 12. 2ല് എത്ര ടൈംസ് ആ പോവാ? അവിടെ 2ല് പോവില്ല. അപ്പൊ 3 തന്നെ എടുത്ത് എഴുതാം. 3 2s are 6. അപ്പൊ 3ല് 1 3s are 3, 1 3s are 3. അപ്പൊ 2 2s are 4 3s are 12 ഇവിടെ LCM വരും. ഓക്കെ, LCM 12 ആണ് വരിക. അപ്പൊ 5/6 6നെ 12 ആക്കാൻ ഇൻറ്റു 2 ചെയ്യാം. ഇതേപോലെ തന്നെ ഇൻറ്റു 2 ന്യൂമറേറ്ററിൽ ചെയ്യാം. 7/12 തന്നെയാണ്. 5 2s are 10, 6 2s are 12 മൈനസ് 7/12. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് 3/12 അല്ലെ. 3/12 3/12 നമുക്ക് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാല് 1/4ഉം കിട്ടും. ഓക്കെ, അപ്പൊ രണ്ട് റെഡ്യൂസ് ചെയ്യാതെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, രണ്ടും എഴുതാം. അപ്പൊ 3/12 ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ. 1/4 റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1/4 കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ?
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു വേർഡ് പ്രോബ്ലം ആണ്. അപ്പൊ എന്താണെന്ന് നോക്കാം നമുക്ക്. A piece of wire 7 by 8 meter long broke into two pieces. One piece was 1 by 4 meter long. How long is the other piece? Okay. അതായത് ഒരു വയറിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 7 by 8 മീറ്റർ ആണ്. അത് ബ്രോക്ക് ആയിപ്പോയി, ബ്രോക്കൺ ചെയ്തിട്ട് 2 പീസസ് ആയിട്ട് മാറി. അപ്പൊ അതിലുള്ള ഒരു പീസിന്റെ ലെങ്ത് 1 by 4 ആണ്. അപ്പൊ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നെക്സ്റ്റ് പീസ് അതർ പീസിന്റെ ലെങ്ത് എത്രയാണെന്നാ ചോദിക്കുന്നത്. അപ്പൊ നമുക്കിവിടെ ഓരോ സ്റ്റെപ്സ് ആയിട്ട് എഴുതാം. അപ്പൊ ടോട്ടൽ ലെങ്ത് ഓഫ് ദ വയർ എന്താണ്? ടോട്ടൽ ലെങ്ത് ഓഫ് ദ വയർ ഇസ് ഈക്വൽ ടു 7 by 8 മീറ്റർ ആണ് അല്ലെ. ടോട്ടൽ ലെങ്ത് ഓഫ് ദ വയർ 7 by 8 മീറ്റർ. ഓക്കെ. നെക്സ്റ്റ് ലെങ്ത് ഓഫ് വൺ പീസ് ഓഫ് വയർ അല്ലെ. ലെങ്ത് ഓഫ് വൺ പീസ് ഓഫ് വയർ ഇസ് ഈക്വൽ ടു എത്രയാണ്? 1 by 4 മീറ്റർ അല്ലെ. 1 by 4 മീറ്റർ ആണ്. അപ്പൊ ലെങ്ത് ഓഫ് അതർ പീസ് ഓഫ് വയർ ഇസ് ഈക്വൽ ടു, അതായത് രണ്ടാമത്തെ ആ ഒരു പീസ് വയർ കാണാൻ നമ്മൾ എന്താ ചെയ്യാ? നമുക്ക് 7 by 8 മീറ്ററിൽ നിന്ന് 1 by 4 മീറ്റർ സബ്ട്രാക്ട് ചെയ്താൽ പോരെ അല്ലെ. അപ്പൊ നമുക്കത് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്? 7 by 8 മൈനസ് 1 by 4. അപ്പൊ ഇവിടെ നോക്കാം, ഇവിടെ രണ്ടും ഡിഫറെന്റ് ഡിനോമിനേറ്റർ ആണ്. എൽസിഎം കാണാം. എൽസിഎം കണ്ടാൽ 8ന്റെയും 4ന്റെയും എൽസിഎം എന്താ വരിക? നോക്കാം. 4 2s are 8, 2 2s are 4, 2 2 2s are 4, 1 2s are 2. അപ്പൊ എന്താ വരിക? 8 ആണ് എൽസിഎം വരിക അല്ലെ. 7 by 8 അങ്ങനെ തന്നെ എഴുതാം. 1 by 4 ചേഞ്ച് ചെയ്യാം. 4ന് 8 ആവാൻ into 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ന്യൂമറേറ്ററും ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 7 by 8 മൈനസ് 2 by 8 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് വരിക? 5 by 8. 5 by 8 മീറ്റർ ആണ് അതർ പീസ് വയറിന്റെ ലെങ്ത്. Therefore, length of other piece is equal to 5 by 8 meter ആണ് ഇവിടെ കിട്ടുന്ന ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ 7. Nandini's house is 9 by 10 kilometer from her school. She walked some distance and took a bus for 1 by 2 kilometer to reach the school. How far did she walk? ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നന്ദിനിയുടെ വീടും സ്കൂളും ആയിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് അവിടെ തന്നിട്ടുണ്ട്. 9 by 10 കിലോമീറ്റർ അല്ലെ. അപ്പൊ അവള് കുറച്ച് ദൂരം നടന്ന് അതിനുശേഷം ബസ്സിൽ പോയിട്ടാണ് അവള് സ്കൂൾ എത്തുന്നത്. അപ്പൊ ആ ബസ്സിൽ നിന്ന് സ്കൂളിലേക്കുള്ള ഡിസ്റ്റൻസും അവിടെ തന്നിട്ടുണ്ട്. 1 by 2 കിലോമീറ്റർ ആണ്. അപ്പം അവൾ നടക്കുന്ന ദൂരം അല്ലെ, അവൾ എത്ര ദൂരാണ്, എത്ര ഡിസ്റ്റൻസ് ആണ് അവൾ നടക്കുന്നത്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഓരോ സ്റ്റെപ്സ് ആയിട്ട് എഴുതാം. ഫസ്റ്റ് വൺ, ഡിസ്റ്റൻസ് ഓഫ് ദ സ്കൂൾ ഫ്രം ഹൗസ് അല്ലെ. ഡിസ്റ്റൻസ് ഓഫ് ദ സ്കൂൾ ഫ്രം ഹൗസ് എത്രയാണ്? 9 by 10 കിലോമീറ്റർ ആണ് അല്ലെ. 9 by 10 കിലോമീറ്റർ. അടുത്തത് ഡിസ്റ്റൻസ്, ഷീ ട്രാവൽഡ് ബൈ ബസ്. ഡിസ്റ്റൻസ് ഷീ ട്രാവൽഡ് ബൈ ബസ്. ട്രാവൽഡ് ബൈ ബസ് ഇസ് ഈക്വൽ ടു 1 by 2 കിലോമീറ്റർ അല്ലെ. 1 by 2 കിലോമീറ്റർ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡിസ്റ്റൻസ് walked by നന്ദിനി അല്ലെ. ഡിസ്റ്റൻസ് walked by നന്ദിനി. എത്ര ഡിസ്റ്റൻസ് ആണ് അവൾ നടക്കുന്നത്? ഓക്കെ,
അപ്പൊ നമുക്ക് എങ്ങനെ കാണാം? ടോട്ടൽ 9/10 ആണ്. അവള് ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന ദൂരം 1/2 ആണ്. അപ്പൊ ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ പോരെ? 9/10 മൈനസ് 1/2. അപ്പൊ നമുക്ക് ഇവിടെ 9/10 നിന്ന് 1/2 മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ ഈ എൽസിയം കാണാം അല്ലെ? 10ന്റെയും 2ന്റെയും എൽസിയം എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? 10 ആണ് അല്ലെ? അപ്പൊ 9/10 മൈനസ് 1/2. 2 10 ആവാൻ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? into 5. That is into 5. That is equal to 9/10 minus 5/10. That is equal to എന്താ വരിക? 4/10 ആണ് വരിക. 4/10 നമുക്ക് റെഡ്യൂസ് ചെയ്താൽ എന്ത് എഴുതാ? 2/5 കിലോമീറ്റർ ആണ് അവള് നടക്കുന്ന ദൂരം. അവൾ എത്ര ദൂരം നടക്കുന്നത്? 2/5 കിലോമീറ്റർ. ഇതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആശ ആൻഡ് സാമുവൽ ഹാവ് ബുക്ക് ഷെൽഫ്സ് ഓഫ് ദ സെയിം സൈസ് partially filled with books. Asha's shelf is 5/6 full and Samuel's shelf is 2/5 full. Whose bookshelf is more full? By what fraction? ഇതാണ് നമുക്ക് തന്ന ക്വസ്റ്റ്യൻ. അതായത് ആശയും സാമുവലിന്റെ അടുത്തുള്ളത് ബുക്ക് ഷെൽഫ്സ് സെയിം സൈസ് ആണ് അല്ലെ? അവര് അതില് ബുക്ക് വെക്കുന്ന ആ ഒരു സൈസും എല്ലാം സെയിം ആണ്. അപ്പൊ ആശയുടെ ഷെൽഫില് 5/6 ഫുൾ ആണ് ബുക്സ് അവള് വെച്ചിട്ടുള്ളത്. സാമുവലില് 2/5 ആണ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പൊ ആരുടെ ഷെൽഫാണ് കൂടുതൽ അല്ലെ? കൂടുതൽ ഫുൾ ആയിട്ടുള്ളത് അത് എത്ര ഫ്രാക്ഷൻ ആണ്? അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഫ്രാക്ഷൻ ഓഫ് ആശാസ് ബുക്ക് ഷെൽഫ് അല്ലെ? ഫ്രാക്ഷൻ ഓഫ് ആശാസ് bookshelf is equal to 5/6. Any fraction of Samuel അല്ലെ? fraction of Samuel bookshelf is equal to 2/5. അപ്പൊ ഇതിൽ ആരതാണ് കൂടുതൽ നമുക്ക് നോക്കണം അല്ലെ? നമുക്ക് ഇത് കമ്പയർ ചെയ്യണം. അപ്പൊ നമുക്ക് 5/6 തന്നിട്ടുണ്ട്, 2/5 തന്നിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് കമ്പയർ ചെയ്യുക? 5/6 2/5 ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതില് നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കണം അല്ലെ? ഡിനോമിനേറ്റർ സെയിം ആക്കാന്ന് വെച്ചാല് 6ഉം 5 ആണ് ഡിനോമിനേറ്റർ. 6ന്റെയും 5ന്റെയും എൽസിഎം കാണാം. എൽസിഎം എന്താ വരിക? 30 ആണ് വരിക. അപ്പൊ നമുക്കിവിടെ ഡിനോമിനേറ്റർ സെയിം ചെയ്യാന് നമുക്ക് എൽസിയത്തിന് മൾട്ടിപ്ലൈ ചെയ്യാം. 5/6 6 30 ആവാൻ into 5 ചെയ്യാം. into 5 ആണ്. അതുപോലെ 2/5 അല്ലെ? 2/5 30 ആവാൻ into 6 ചെയ്യാം. അപ്പൊ ന്യൂമറേറ്ററും into 6 ചെയ്യാം. അപ്പൊ എന്താണ് ആൻസർ കിട്ടുക? 5 5s are എത്രയാ? 25 ഡിവൈഡഡ് ബൈ അല്ലെ? 5 5s are 25 divided by 30. നെക്സ്റ്റ് എന്താ വരിക? നെക്സ്റ്റ് വരിക 2 6s are 12 divided by 30 അല്ലെ? 12 divided by 30. ഇനി ഇവിടെ നോക്കാം. 30 ഡിനോമിനേറ്റർ സെയിം ആയി. ഇനി 25ഉം 12ഉം ഇതിൽ ഏത് നമ്പറാ? ബിഗർ നമ്പർ 25 ആണ് അല്ലെ? 25/30 is greater than 12/30. അപ്പൊ 25/30 എന്ന് പറയുന്നത് ആരാണ്? 5/6 ആണ് അല്ലെ? 5/6 is greater than 12/30 എന്ന് പറയുന്ന ആരാണ്? 2/5. അപ്പൊ 5/6 is greater than 2/5 ആണ്. 5/6 എന്ന് പറയുന്നത് ആരുടെ ബുക്ക് ഷെൽഫ് ആണ്? ആശാസ് ബുക്ക് ഷെൽഫ് ഈസ് മോർ ഫുൾ ദാൻ സാമുവൽ ബുക്ക് ഷെൽഫ്. അപ്പൊ നമുക്ക് എന്താ എഴുതാം? ആശാസ് ബുക്ക് ഷെൽഫ് അല്ലെ? ബുക്ക് ഷെൽഫ് ഈസ് മോർ ഫുൾ than Samuel bookshelf. ഓക്കെ, അടുത്തത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ് ക്വസ്റ്റ്യനില്? ബൈ വാട്ട് ഫ്രാക്ഷൻ എത്രത്തോളം ആണ് ഫുൾ ചെയ്തിട്ടുള്ളത് അല്ലെ? അവളതാ കൂടുതൽ എന്ന് പറയുന്നുണ്ട്.
പക്ഷെ നമുക്ക് എത്രത്തോളം കൂടുതലാണെന്നാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 5/6 ആണ് ഏറ്റവും കൂടുതൽ അല്ലെ. 5/6 നിന്ന് 2/5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂലേ? ഓക്കെ, അപ്പൊ നമുക്ക് മൈനസ് ചെയ്ത് നോക്കാം. മൈനസ് ചെയ്ത് നോക്കാന്ന് വെച്ചാൽ 6ഉം 5ഉം LCM ഇതേപോലെ കാണണം. 5/6 എന്ന് പറയുന്നത് എന്തായിരുന്നു? 25/30 ആയിരുന്നു അല്ലെ LCM കണ്ടിട്ട്. അതുപോലെ 2/5 12/30 ആയിരുന്നു. അപ്പൊ രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 25ൽ നിന്ന് 12 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 13/30 ആണ്. അപ്പം നമുക്ക് എത്രത്തോളം കൂടുതലാണെന്ന് നമുക്ക് പറയാം? 13/30. ഇതാണ്, ഇത്രയും കൂടുതലാണ്. ആരേക്കാളും? ആശയുടെ ബുക്ക് ഷെൽഫ് കൂടുതലാണ് സാമുവലിനേക്കാളും അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. ക്ലിയർ ആണല്ലോ? ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് Jaydev takes 1/5 minutes to walk across the school ground. Rahul takes 7/4 minutes to do the same. Who take less time and by what fraction? അപ്പൊ ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ജയദേവ് അവന് സ്കൂൾ ഗ്രൗണ്ടിലൂടെ അവൻ എത്ര മിനിറ്റ്സ് ആണ് അവിടെ നടക്കുന്നത്? 1/5 മിനിറ്റ്സ് ആണ്. രാഹുല് ഇതേ കാര്യം ചെയ്യുന്നത് 7/4 മിനിറ്റ്സ് ആണ്. അപ്പൊ ആരാണ് ഏറ്റവും കുറവ് ടൈം എടുത്തിട്ടുള്ളത്? അത് എത്രയാണ്? ഫ്രാക്ഷൻ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം ടൈം ടേക്കൺ ബൈ ജയദേവ് ടു walk across the school ground. സ്കൂൾ ഗ്രൗണ്ട് എത്രയാണ്? 1/5 മിനിറ്റ്സ് അല്ലെ. 1/5 മിനിറ്റ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? നമുക്ക് ഈ 1/5 മിക്സ്ഡ് ഫ്രാക്ഷൻ ആണ്. അത് നമുക്ക് ചേഞ്ച് ചെയ്താം. 2 5s are 10, 10 plus 1 11/5 മിനിറ്റ്സ് എന്ന് എഴുതാം. ഓക്കെ, അത് ചേഞ്ച് ചെയ്തിട്ട് 11/5 മിനിറ്റ്സ് എന്ന് എഴുതാം. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടൈം ടേക്കൺ by Rahul to walk across the school ground. എത്രയാണ് അവിടെ തന്നിട്ടുണ്ട്? നമുക്ക് 7/4 മിനിറ്റ്സ് ആണ് അല്ലെ. 7/4 മിനിറ്റ്സ് ആണ്. അപ്പൊ ഇതിൽ ആരാണ് ഏറ്റവും കുറവ് ടൈം എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതായത് നമുക്ക് ഇത് കമ്പയർ ചെയ്യണം. ഓക്കെ, നമുക്ക് ഈ ഫ്രാക്ഷന് കമ്പയർ ചെയ്യണം. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഫ്രാക്ഷൻ ആരൊക്കെയോ? 11/5 ഉണ്ട്, 7/4 ഉണ്ട്. ഇത് കമ്പയർ ചെയ്യാൻ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ സെയിം ചെയ്യാൻ ആദ്യം LCM കാണാം. LCM ഓഫ് 5ഉം 4ഉം 20 ആണ്. അപ്പൊ നമുക്ക് സെയിം ഡിനോമിനേറ്റർ ആക്കി മാറ്റാം. 5 into 4 ചെയ്താൽ 20 കിട്ടും. അതേ കാര്യം ന്യൂമറേറ്ററിൽ ചെയ്യാം. 7/4 into 5 ചെയ്താലാണ് 20. അപ്പൊ ന്യൂമറേറ്ററും into 5 ചെയ്യാം. 11 into 4 എന്ന് പറയുന്നത് 44 divided by 20. 7 5s are 35 divided by 20. അപ്പൊ ഇതില് ഡിനോമിനേറ്റർ സെയിം ആയി. ഇനി ഇതില് ന്യൂമറേറ്റർ നോക്കാം. 44 35. ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ? 44. അപ്പൊ 44 divided by 20 is greater 35/20. ബട്ട് കുറവ് ടൈം എന്താണ്? 35/20. 44/20 എന്ന് പറയുന്നത് ആരാണ്? 11/5 greater 7/4. അപ്പൊ 7/4 ആണ് കുറവ് ടൈം. 7/4 എന്ന് പറയുന്നത് ആരാണ്? രാഹുൽ ആണ് ലെസ് ടൈമില് അവന് വോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ലെസ് ടൈം രാഹുൽ ആണ് ലെസ് ടൈം അല്ലെ. 7/4 അല്ലെ. ഇനി അത് എത്രത്തോളമാണ് എന്ന് ചോദിക്കുന്നത്. എത്രത്തോളം ടൈം ഡിഫറൻസ് ആണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അത് കാണാന് നമ്മൾ എന്താ ചെയ്യാ? അത് കാണാന് നമ്മൾ 11/5ൽ നിന്ന് 7/4 മൈനസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നേരത്തെ ഡിനോമിനേറ്റർ സെയിം ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. 44/20ൽ നിന്ന്
35/20 മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 44ൽ നിന്ന് 35 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 9/20. ഓക്കെ, അപ്പൊ അവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 9/20 മിനിറ്റ്സ് ആണ് അവിടെ ഡിഫറൻസ് വന്നിട്ടുള്ളത്. അത് ഇത്രത്തോളം ടൈം ഡിഫറൻസ് ആണ് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, 9/20. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതുവരെ എടുത്ത എക്സസൈസ് എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് പാർട്ടുമായി, നെക്സ്റ്റ് ചാപ്റ്ററുമായി വീണ്ടും വരാം. അപ്പൊ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.